ഇത് 2026 ലോകം മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ മാറിയിരിക്കുന്നു. ചിന്താഗതികളും മാറിയിരിക്കുന്നു. പക്ഷേ മാറാത്തത് ഒന്ന് മാത്രമാണ്, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ചില ചീഞ്ഞ ബുദ്ധികൾ. നിങ്ങൾ ആ വീഡിയോ കണ്ടോ? MV ഗോവിന്ദൻ നയിക്കുന്ന വികസന ജാഥയിലേക്ക് ഒരു പാവം വൃദ്ധൻ ഓടി വരുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തന്റെ സമ്പാദ്യം മാഷിന് നൽകുകയാണ്. എന്നിട്ടൊരു ഡയലോഗും, ഇങ്ങള് തന്നെ വരണം മാഷേ, അല്ലെങ്കിൽ പെൻഷൻ കിട്ടൂല. എന്തൊരു സീൻ, എന്തൊരു ഇമോഷൻ! ഓസ്കാർ കൊടുക്കണം ഈ തിരക്കഥയ്ക്ക്. ഗോവിന്ദൻ ആ പണം വാങ്ങി സ്നേഹപൂർവ്വം തിരികെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇടതനുകൂലികൾ ഇത് ആഘോഷമാക്കി. പക്ഷേ മിനിറ്റുകൾക്കകം ആ നാടകം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. അതേ വയോധികൻ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നെ കൊണ്ട് പാർട്ടിക്കാർ ചെയ്യിപ്പിച്ചതാണ്. അതേ സുഹൃത്തുക്കളെ, വോട്ട് പിടിക്കാൻ വേണ്ടി പാവപ്പെട്ടവരുടെ വിശപ്പിനെയും വികാരത്തെയും ലേലം വിളിക്കുന്ന, വാടകയ്ക്ക് ആളെ വെച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന നാണം കെട്ട രാഷ്ട്രീയത്തിന്റെ അണിയറ കഥകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 നമ്മൾ ഇത്രയും വലിയ വിഡ്ഢികളാണോ എന്ന് വിചാരിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ചുട്ട മറുപടിയാണ് ഈ വീഡിയോ. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ കേരളത്തിലൂടെ പ്രയാണം തുടരുകയാണ്. ജാഥ എന്നാൽ എന്താണ്? പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭരണ നേട്ടങ്ങൾ പറയുക. ഇതിനിടയിലാണ് പെൻഷൻ എന്ന വികാരം വിറ്റ് കാശാക്കാൻ ചിലർ നോക്കിയത്. LDF വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പെൻഷൻ നിലച്ചു പോകുമെന്നൊരു പ്രചരണം താഴെത്തട്ടിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചാരണത്തിന് ഒരു മുഖം നൽകാൻ വേണ്ടിയായിരുന്നു ആ വയോധികനെ അവർ ജാഥയിലേക്ക് കൊണ്ടുവന്നത്. UDF-കാർ വന്നാൽ പെൻഷൻ കിട്ടില്ല എന്ന് ആ പാവം മനുഷ്യനെ കൊണ്ട് പരസ്യമായി പറയിപ്പിച്ചു. കേരളത്തിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളുടെ മനസ്സിലേക്ക് ഭീതി വിതയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. എന്നാൽ സത്യം പുറത്തു വന്നപ്പോ ആർക്കാണ് നാണക്കേട്? ഗോവിന്ദൻ ആ വീഡിയോയിൽ കാണിക്കുന്ന സ്നേഹം വെറും കാപട്യമായിരുന്നു. പിന്നീട് ഒരു UDF അനുഭാവി ഇതേ വയോധികനെ ചെന്ന് കണ്ടപ്പോഴാണ് കഥയുടെ രണ്ടാം ഭാഗം പുറത്തു വരുന്നത്. രണ്ടു കൂട്ടരും കൊള്ളാം. അത് മനസ്സറിഞ്ഞ് ചെയ്തതല്ല, പാർട്ടിക്കാർ പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞു. അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിയുള്ളവർ ഈ ഒരു LDF വീണ്ടും വരണമെന്ന് പറയും? ആ വയോധികനെ രാഷ്ട്രീയ നാടകത്തിലെ കരുവാക്കി മാറ്റാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? UDF സൈബർ ഗ്രൂപ്പുകൾ ഈ വീഡിയോ ഏറ്റെടുത്തതോടെ CPM-ന്റെ സകല PR തന്ത്രങ്ങളും വെളിച്ചത്തായി. ഇതേ കൂട്ടർ അപ്പുറത്തും വേറെ PR വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പെൻഷൻ നാടകം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കണ്ണൂരിലെ മമ്പറത്ത് നടന്ന മറ്റൊരു തമാശ നമുക്ക് നോക്കാം. വികസന ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് 50ഓളം അതിഥി തൊഴിലാളികളാണ്. ഹിന്ദിയിൽ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറും ചുവന്ന കൊടിയുമായി അവർ നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഗോളതലത്തിലുള്ള സ്വാധീനം കാണിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ വിടുമോ? ചടങ്ങിന് തൊട്ടു മുമ്പ് പ്രാദേശിക CPM നേതാക്കൾ ഈ അതിഥി തൊഴിലാളികളെ വരിവരിയായി നിർത്തി മുദ്രാവാക്യം വിളിക്കാൻ ട്യൂഷൻ നൽകുന്ന വീഡിയോയും പുറത്തു വന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കാൻ പോലും ആളെ വാടകയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതായത് ഇവരെ കൊണ്ട് മടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. കേരളത്തിലെ അണികളൊക്കെ എവിടെ പോയി എന്ന ചോദ്യമല്ലേ വരുന്നത്? സ്വന്തം നാട്ടിലെ ജനങ്ങളെ ജാഥയിലേക്ക് ആകർഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വന്ന പാവം തൊഴിലാളികളെ ചുവപ്പ് ഹാരം അണിയിക്കാൻ വേണ്ടി കൂലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പരിശീലനം നിങ്ങളെ മികച്ചവരാക്കുമെന്ന പഴഞ്ചൊല്ല് CPM പ്രാക്ടിക്കൽ ആക്കിയത് ഇങ്ങനെയാണ്. കൂലിക്ക് ആളെ വിളിച്ച് വോട്ട് പിടിക്കാനും സ്വീകരണം സംഘടിപ്പിക്കാനും തുടങ്ങുമ്പോൾ ജനാധിപത്യത്തിന്റെ അന്തസ്സാണ് തകരുന്നത്. ഇക്കൂട്ടർക്ക് എന്ത് അന്തസ് എന്ന ചോദ്യത്തില് ഇവിടെ പ്രസക്തിയില്ല. ഇതൊക്കെ കാണുമ്പോൾ കോൺഗ്രസ്സുകാരും UDF-കാരൊക്കെ ചിരിക്കുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. LDF-ന്റെ ഈ PR വർക്കുകളെ ട്രോളാൻ കിട്ടുന്ന സമയം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അഴിമതി കേസുകളും കൈക്കൂലി ആരോപണങ്ങളും തന്നെയല്ലേ നിങ്ങളുടെ ഭരണകാലത്ത് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രവും വരിഞ്ഞു മുറുക്കപ്പെട്ടതാണ്. LDF വയോധികരെ നാടകത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ UDF ഇതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു നാടകം കളിക്കുന്നു. 2026 നിങ്ങൾ വിചാരിക്കുന്നത് ജനങ്ങളെ ഇത്തരത്തിൽ പരസ്പരം പഴിചാരിയും പേടിപ്പിച്ചും വോട്ട് പിടിക്കാമെന്നാണ്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഭരണപക്ഷത്തിന്റെ പരാജയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പകരം സൈബർ ഇടങ്ങളിൽ പോരാളി വാസുമാരെയും സൈബർ സഖാക്കളെയും വെച്ച് പരസ്പരം ചെളിവാരി എറിയുന്നതിലാണോ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ? ഇനി നമുക്ക് ഗൗരവമായി സംസാരിക്കാം. ഇന്ത്യ എന്ന രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. സാമ്പത്തികമായും സാങ്കേതികമായും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ BJP ഗവൺമെന്റിന്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും ഇപ്പോഴും പഴയ ക്ലൗഡ് സ്റ്റണ്ടുകളാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് ഇവർ കരുതുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുറ്റത്തെത്തുന്ന രാഷ്ട്രീയക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പെൻഷൻ എന്നത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. അത് നൽകില്ലെന്ന് പേടിപ്പിച്ച് വോട്ട് പിടിക്കുന്നത് കുറ്റകരമാണ്. സ്വീകരണ യോഗങ്ങളിൽ ആളെ വാടകയ്ക്ക് എടുക്കുന്നത് നിങ്ങളുടെ ജനപ്രീതി നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. സത്യസന്ധമായ വികസനം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരം പൊടിക്കൈകൾ പയറ്റുന്നത്?
ഈ വീഡിയോകൾ വഴി നിങ്ങൾ അപമാനിക്കുന്നത് ആ വയോധികനെയോ അതിഥി തൊഴിലാളികളെയോ അല്ല, മറിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ജനതയെയാണ്. തീർച്ചയായും എന്ത് പ്രബുദ്ധതയാണ് ഇവിടെയുള്ളത്? ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് തൊഴിലവസരങ്ങളെക്കുറിച്ചും സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെക്കുറിച്ചുമാണ്. എന്നാൽ കേരളത്തിൽ വികസന ജാഥ നടക്കുമ്പോൾ ചർച്ചയാകുന്നത് മുദ്രാവാക്യം പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കുറിച്ചും അഭിനയിക്കാൻ പഠിപ്പിക്കുന്ന വയോധികനെ കുറിച്ചുമാണ്. LDF ആകട്ടെ UDF ആകട്ടെ 2026 നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ വിഷനാണ്, അല്ലാതെ ക്രിഞ്ചായ PR വർക്കുകളല്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത് വെറുതെ സിനിമ കാണാനല്ല, നിങ്ങളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കൂടിയാണ്. പണ്ടൊരു കള്ളം പറഞ്ഞാൽ അത് സത്യമാകാൻ കാലമെടുത്തു. ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ സത്യം സ്ക്രീനിൽ തെളിയും. MV ഗോവിന്ദന്റെ ജാഥ തുടർന്നോട്ടെ, പക്ഷെ അത് ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടാകരുത്. ഈ ഇലക്ഷൻ സമയത്ത് മാത്രം കാണുന്ന നിങ്ങളുടെ ഈ ഒരു ഉത്തരവാദിത്വവും ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടേ പറയേണ്ടേ അത് കിട്ടുന്നില്ല. കൂലിക്ക് ആളെ വെച്ച് മുദ്രാവാക്യം വെടിപ്പിച്ചും പാവങ്ങളെ നാടകത്തിൽ അഭിനയിപ്പിച്ചും നേടുന്ന വോട്ടുകൾക്ക് ആയുസില്ല. ഇനി ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമേറിയ വശത്തിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ ഇടതുപക്ഷം എക്കാലത്തും അവകാശപ്പെട്ടിരുന്നത് അവർ സാധാരണക്കാരുടെയും അധ്വാനിക്കുന്നവന്റെയും പാർട്ടിയാണെന്നാണ്. വലിയ തമാശയായിരിക്കുന്നു അല്ലേ ഇത്? പക്ഷെ ഇന്ന് ഈ പാർട്ടി എവിടെ നിൽക്കുന്നു? കോടികൾ മുടക്കി വാടകയ്ക്കെടുത്ത PR ഏജൻസികളുടെ കൈകളിലെ കളിപ്പാവയായി നമ്മുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ നശിച്ച രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത് അറിയാമോ? കാരണം നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഒരു വയോധികന്റെ പെൻഷൻ എന്നത് അയാൾക്ക് മാസം തോറും ലഭിക്കേണ്ട അവകാശമാണ്, അല്ലാതെ നിങ്ങൾ തരുന്ന ഔദാര്യമല്ല. നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ നിങ്ങളുടെ ഒരു മുൻ മന്ത്രി പറഞ്ഞ ഡയലോഗൊക്കെ നമ്മൾ മറന്നിട്ടില്ല. അത് നൽകുന്നത് നിങ്ങളുടെ വീട്ടിലെ പണമല്ല, ജനങ്ങൾ നൽകുന്ന നികുതി പണമാണ്. പക്ഷെ നിങ്ങൾ ഒരു ജാഥ നടത്തുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യന് മുന്നിൽ ഭീതി എന്ന വിത്ത് പാകുന്നു. ഞങ്ങൾ പോയാൽ നിങ്ങൾ പട്ടിണിയാകുമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ അതിലെ ലോജിക്ക് എന്താണ്? ഗോവിന്ദൻ പറയുന്നതും അവകാശപ്പെടുന്നതുമെല്ലാം വെറും ബ്ലാക്ക് മെയിലിംഗ് ആണ്. പക്ഷേ അതിവിടെ വില പോകില്ല. കാരണം നിങ്ങൾ പോകാനായി ഇവിടെയുള്ള ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെ മടുത്തു, നിങ്ങൾ പോകാനായി കാത്തു നിൽക്കുന്നു, പ്രായമായവരും കുട്ടികളും എല്ലാം. കാരണം നിങ്ങളുടെ ഈ കപടതയും കുടിലതയും കൊള്ളിവെപ്പും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, മടുത്തു കഴിഞ്ഞു. അവരിന്ന് കാത്തിരിക്കുകയാണ് ഇലക്ഷന് നടക്കാൻ, വോട്ടിലൂടെ ഈ പ്രതിഷേധം അറിയിക്കാനായി. പാവം തൊഴിലാളികളെ ചുവപ്പ് ഹാരം അണിയിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഒരുതരം രാഷ്ട്രീയ മനുഷ്യക്കടത്താണ്. നിങ്ങളുടെ ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അണികളെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു. ബാക്കിയുള്ളത് ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കാൻ പഠിപ്പിച്ച PR ബിംബങ്ങൾ മാത്രം. 2026 ഈ വികസന ജാഥ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? എന്ത് വികസനമാണ് നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയത്? നാട് നീളെ വികസനം കാണാനുണ്ടെങ്കിൽ ഇത്രയും വലിയ ചെലവാക്കി പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇനിയും എത്ര പാവങ്ങളെ നാടകത്തിൽ അഭിനയിപ്പിക്കും? കൈക്കൂലി കേസുകളിലും അഴിമതിയിലും മുങ്ങി നിൽക്കുന്ന ഒരു ഭരണം മറച്ചു പിടിക്കാൻ ഇത്തരം കറുത്ത പൊടിക്കൈകൾ ഉപയോഗിക്കുന്നത് ദയവ് ചെയ്ത് ഒന്ന് നിർത്തൂ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരൂ. ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് നിങ്ങളുടെ ധാരണ. വടക്കൻ മേഖലയിലെ ജാഥയിൽ ഈ PR നാടകം പൊളിഞ്ഞപ്പോ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന ഗോവിന്ദൻ ഒന്ന് ഓർക്കുക, സത്യം സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. UDFും കോൺഗ്രസും ഒരു വശത്ത് തകർന്നു കിടക്കുമ്പോൾ അവർക്കൊപ്പം ഈ നാണം കെട്ട കളിയിൽ നീരാടുകയാണ് LDFും. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ ഇനി എന്ത് വഴിയാണുള്ളത്? ഇനി ഒരു മൂന്നാം മുന്നണി വരണം. അതെ, BJP ആണ് അവർ പ്രതീക്ഷയോടെ നോക്കുന്നത്. നിങ്ങൾ വിതയ്ക്കുന്നത് വിദ്വേഷവും ഭയവുമാണ്. പാവപ്പെട്ടവന്റെ വിശപ്പിനെ വോട്ട് ബാങ്ക് ആക്കുന്ന ഈ തരം താഴ്ന്ന രാഷ്ട്രീയം ഈ മണ്ണിൽ ഇനി അത് വിലപ്പോകില്ല. വികസനം എന്നത് വയോധികനെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന വീഡിയോകളിലല്ല, സാധാരണക്കാരൻ അടുക്കളയിൽ പുകയുന്ന അടുപ്പിലാണ് കാണേണ്ടത്. 2026 ഈ നാടകം കൊണ്ട് വിജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. PR വർക്കിലൂടെ ആളെക്കൂട്ടാം, പക്ഷേ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സത്യസന്ധമായ രാഷ്ട്രീയമാണ് വേണ്ടത്, അല്ലാതെ വാടകയ്ക്കെടുത്ത മുദ്രാവാക്യങ്ങളല്ല. എന്നാലും വരാൻ പോകുന്ന ഈ ഇലക്ഷൻ നിങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ്. കാത്തിരിക്കൂ ഗോവിന്ദ, നിങ്ങൾക്കുള്ള മറുപടികൾ ഇവിടെ ജനങ്ങൾ അവരുടെ ചൂണ്ടുവിരലുകളിൽ അവരുടെ വോട്ടടയാളങ്ങളായി കോർത്തിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.